അപ്പൊ എന്തായാലും ഇന്നും നല്ല 2 പെർഫോമൻസ് നമ്മൾ കണ്ടു അല്ലേ? നല്ല അടിപൊളിയായിരുന്നില്ലേ? ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ ഡുവറ്റ്സും സോളോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഹരിച്ചേട്ടൻ വന്നിരുന്നിട്ടേ നമ്മള് ലിറിക്സിനെ കുറിച്ചൊക്കെ ഒരുപാട് വരികളെ കുറിച്ച് ഒരുപാട് നമ്മൾ സംസാരിക്കുന്നു അല്ലേ? പക്ഷെ നമുക്കൊരു പാട്ട് കേട്ടാലോ? കാടകലം എന്ന സിനിമയ്ക്കായിരുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയേ. സ്റ്റേറ്റ് അവാർഡ് എനിക്ക് പാട്ട് ഗാനരചനയ്ക്കാ കിട്ടിയേ. എനിക്ക് ഞങ്ങൾക്കതൊന്നും പാടുപെടും. ഞാൻ വരെ ഇവിടെ പാട്ട് പാടി. ഞാൻ വരെ പാടി. പിന്നെ എല്ലാവർക്കും പാടി. എല്ലാവർക്കും ഇവിടെ പാടാം. ഞാൻ ചെയ്യാൻ പാടുണ്ടോ? ഞാനൊരിക്കൽ എന്നെ ഗോപിച്ചേട്ടൻ ചീത്ത പറഞ്ഞ കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്തിന്? ഒരു ദിവസേ ഞാനിതുപോലെ ഏതോ കോളേജിൽ പോയിട്ട് പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടാൻ അറിയില്ലല്ലോ. അന്ന് ഓലഞ്ഞാലിക്കുരുവിയിലെ 4 വരും ആണ്. വിമൻസ് കോളേജാണ്, കംപ്ലീറ്റ് പെൺകുട്ടികളിരിക്കുന്നു. ഒരാവേശത്തിൽ പാടിപ്പോയി. ഇത് എങ്ങനെയോ വീഡിയോ ഗോപിച്ചേട്ടൻ്റെയിലെത്തി. ഇത് നീ പാടിയതാണോ? എന്തിനാണ് ഈ പരിപാടി? അതിനുശേഷം എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വർക്ക് തരുന്ന ഒരുപാട് സംഗീത സംവിധായകരും ഒക്കെ ഉള്ളതുകൊണ്ട് സ്വന്തം കുട്ടിയെ നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പാടാറില്ല. കവിതയൊക്കെ എഴുതുന്നല്ലേ, കവിത പോലെ പാടിയാലും മതി. കവിത പോലെ? ചേട്ടാ 2 വരി. ഒരു കവിതയുടെ 2 വരി പാടാം. അപ്പൊ പിന്നെ സേഫ് ആണല്ലോ. ഇലത്താളം തിമിലമദ്ദളമിടയ്ക്കയും ചേർന്നു പാട്, കുമ്പു കുറുകുഴൽ ശംഖുമൻപിനോട്ടോംകാര ശ്രുതി പാട്, നീളയിൽ പൊന്നലകൾ പാട്, മുടിയുലഞ്ഞു കാറ്റിലാടിയ മുളങ്കാടുകൾ പാട്, തുമ്പി കിടാങ്ങൾ പാട്, മണികിലുങ്ങും വില്ലു കെട്ടിയ തുലാവർഷ മുകിലുപാട്, മധുരമാമൊഴിയായ സാക്ഷാൽ കൈരളിപ്പാട്, മധുരമാമൊഴിയായ സാക്ഷാൽ കൈരളിപ്പാട്, ഇലത്താളം തിമിലമദ്ദളമിടയ്ക്കയും ചേർന്നു പാട്, കുമ്പു കുറുകുഴൽ ശംഖുമൻപിനോട്ടോംകാര ശ്രുതി പാട്. ചേട്ടാ കലക്കി കേട്ടോ. എനിക്ക് ഇത്രയും പാടുന്ന അറിയും. അടിപൊളിയായിട്ട് പാടിയല്ലോ. ഒരു വർഷമുള്ള ഞാൻ ക്യാമറ നോക്കി. പിന്നെ ഈ പാട്ട് ഞാൻ ഗ്രൂപ്പ് സോങ് പാടിയിട്ടുണ്ട് കൊച്ചിൻ. ഞാനിങ്ങനെ പെട്ടെന്ന് മറ്റേ പണ്ടത്തെ ഇങ്ങനെ നിൽക്കുമല്ലോ എല്ലാരും. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിന്ന് ഭയങ്കര മൂഡ്. സൗണ്ട് വോയിസ് ഒക്കെ ഇല്ലേ? ഭയങ്കര ഒരു ഓറ. ദുരന്ത കാറ്റഗറി ഞാൻ കൂട്ടുന്നില്ല. എടാ നീ ഒരു പ്ലീസ്. അല്ല അപ്പൊ പാർവതി ഒരു പാർവതി പാടണം. അല്ല എനിക്ക് ആഗ്രഹം അറിയില്ല ചേട്ടാ. പിന്നെ ഞാൻ പഠിച്ചിട്ട് സ്കൂളില് 1ാം ക്ലാസ് പഠിച്ചിട്ട് ഇല്ല ഇപ്പൊ പഠിച്ചാ മതി. അയ്യോ ഇപ്പൊ വേണ്ട. അല്ല ഇപ്പൊ പഠിച്ചതൊന്നും മതി. അത് ശരിയല്ല. പഠിച്ചിട്ടില്ല. പാർവതി മാത്രം ഇങ്ങനെ ദുരന്തമായിട്ട് നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല അതങ്ങ് തുടരെ എനിക്കറിയില്ല. സത്യം കവിതയൊന്നും അറിയില്ല. ഈ നമുക്ക് ഇതൊന്ന് പാടിച്ചു നോക്കാം. ഏത്? ഇലത്താളം തിമില മദ്ദ. അറിയില്ല എനിക്ക്. പാട്. അതിങ്ങനെയാണല്ലോ പാട്ട് പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചോ? ഇലത്താളം. എനിക്ക് പേടിയാവണം. ഒന്നൂടെ. ഇലത്താളം ശ്രുതി. അതായത് നമ്മള് പാടുന്നൊരു പിച്ചുണ്ട്. ഞാൻ വേണേ കുറച്ചുകൂടി ആ ലെവലിലേക്ക് വരാം. വരൂ. ഇലത്താളം. ഇനിയും കുറയണോ ഞാൻ? ഞാൻ ആ പിച്ച് വരാം. ഞാൻ പഠിച്ചിട്ട് വന്നാ പോരെ? വേണ്ട ഇത് എനിക്കിത് കാണണം. അതുകൊണ്ട് അതെ. ഇലത്താളം തിമില മദ്ദളം. തിമിരമല്ല തിമില മദ്ദളം.
തിമില മദ്ദളം. മിങ്കലോ എന്താ നീ പാടുന്നത്? ഷാനിക്ക കോൺഫിഡൻസ് കളയല്ലേ ഒന്നുകൂടെ. ആ. തിമില മദ്ദളം. തിമില മദ്ദളം. ആ. ഒന്നുകൂടെ. ഒറ്റ വരി ഞാൻ പാടി, എനിക്ക് അത് മാത്രം അറിയുള്ളൂ കേട്ടോ. ഇലത്താളം ഇലത്താളം തിമില മദ്ദളം തിമില മദ്ദളം ഇടയ്ക്കയും ഇടയ്ക്കയും ചേർന്നു പാട്. ചേർന്നു പാട്. സെറ്റ്. ഓ, ഹോ, 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 ഹോ. കവയിത്രി. ഏ, എവിടെ എന്റെ വെറ്റിലെ പാക്കും? കൊടുക്കുക, ദക്ഷിണ കൊടുക്കുക.